Hello everyone, welcome to our video class section. Today we are discussing the chapter Principles of Inheritance and Variations. Okay, so in this topic we are discussing sex determination in organism. അപ്പോൾ ഓർഗാനിസത്തിലെ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ബേസിസിലാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജനറ്റിക്കൽ ഹിസ്റ്ററി അറിയണം അല്ലേ, അവരുടെ ജനറ്റിക്കൽ ബേസിസ് അറിയണം സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ ചെറിയ ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ കേസിൽ, ലോവർ ഓർഗാനിസത്തിന്റെ കേസിൽ എൻവയോൺമെന്റ് ഹാസ് എ ഗ്രേറ്റ് റോൾ ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ്. പക്ഷെ വലിയ ഓർഗാനിസത്തിന്റെ കേസിലാണെങ്കിൽ അങ്ങനെയല്ല. എന്താണ്, ക്രോമോസോംസ് ആണ് ഡിറ്റർമിൻ ചെയ്യുക, എന്ത് മെയിലാണോ ഫീമെയിലാണോ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്, ക്രോമോസോമുകളാണ്. ഓക്കെ, അപ്പോൾ അതിന് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് ഹെൽപ്ഫുൾ ആയിട്ട് സ്റ്റഡി നടത്തുന്നത് ഹെൻകിങ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ സൈറ്റോളജിസ്റ്റ് ആണ്. ഹെൻകിങ്, എ ജർമ്മൻ സൈറ്റോളജിസ്റ്റ്. ഓക്കെ, അദ്ദേഹം കണ്ടെത്തിയത് കുറച്ച് ബഗ്സിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്തതിൽ 50% എന്തുണ്ട്, ഒരു ന്യൂക്ലിയർ സ്ട്രക്ചർ ഉണ്ടെന്ന് കണ്ടെത്തി. ഹി കോൾഡ് ദാറ്റ് ന്യൂക്ലിയർ സ്ട്രക്ചർ ആസ് എക്സ് ബോഡി. അത് ലേറ്റർ അതെന്താ എക്സ് ക്രോമോസോംസ് ആണെന്ന് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ഹെൻകിങ് അദ്ദേഹം ആരായിരുന്നു, ഒരു സൈറ്റോളജിസ്റ്റ് ആയിരുന്നു അല്ലെ. ഹെൻകിങ് എന്ന് പറഞ്ഞ ഒരു സൈറ്റോളജിസ്റ്റ്. ഹി ഫൗണ്ട് ദാറ്റ് ഇൻ ബഗ്സിൽ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിലെ ഒരു പ്രത്യേക തരത്തിലുള്ള ന്യൂക്ലിയർ സ്ട്രക്ചർ അദ്ദേഹം കണ്ടെത്തി. ആ ന്യൂക്ലിയർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് പേരിട്ടു, എക്സ് ബോഡി എന്ന് പേരിട്ടു. അതാണ് എക്സ് ക്രോമോസോമായി മാറിയത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, വൈ ക്രോമോസോം, ഏറ്റവും സ്മോളസ്റ്റ് ക്രോമോസോമാണ് എന്ത്, വൈ ക്രോമോസോംസ്. അങ്ങനെ വൈ ക്രോമോസോംസ് കണ്ടെത്തി. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എത്ര ക്രോമോസോംസ് ഉണ്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ എത്ര ക്രോമോസോം ഉണ്ട്, 23 പെയർ ഓഫ് ക്രോമോസോം അല്ലെ. അതിൽ 22 ജോഡി എങ്ങനെയാണ്, 22 ജോഡി ഓട്ടോസോംസും 1 പെയർ ഓഫ് സെക്സ് ക്രോമോസോം അല്ലെ. ആ സെക്സ് ക്രോമോസോമിന് പറഞ്ഞ വേറൊരു പേരാണ് അല്ലോസോംസ് എന്ന് പറയുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ഓട്ടോസോംസ് എന്ന് പറയുന്നത് 22 പെയർ ഓഫ് ക്രോമോസോംസ് ആണ് എന്ത്, ഈ ഓട്ടോസോംസ് എന്ന് പറയുന്നത്. സെക്സ് ക്രോമോസോംസിനെ പറഞ്ഞ വേറൊരു പേരാണ് എന്ത്, അല്ലോസോംസ് എന്ന് പറയുന്നത്. അങ്ങനെ 3 different patterns of sex determination is present. 3 different patterns of sex determination is present. The first one is XX female and XY male. XX female എന്ന് വെച്ചാൽ എന്താ, homogamic female and heterogamic male. Then the next one is ZW female and ZZ male. So here female is heterogamic and the male is homogamic. Then XX female and XO male. So here female is homogamic and the male is heterogamic. Clear? So okay, let's see this diagram. Here the father is XY and the mother is XX. So this is an example for XX XY ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ അല്ലേ. അപ്പൊ ഇതിലെങ്ങനെയാ, ഈ പാരന്റിന് 2 തരത്തിലുള്ള ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. നമുക്ക് ഒരു എക്സ് എന്ന് പറഞ്ഞ ഗ്യാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ എന്താ, ഒരു വൈ എന്ന് പറഞ്ഞ ഗ്യാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ മദറിന് എങ്ങനെയാ, എക്സ് എന്ന് പറഞ്ഞ ഗ്യാമറ്റ് ആണ് മദറിന് എന്ത് ചെയ്യാൻ പറ്റുക, പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക. കാരണം എന്താ, മദറിൽ വൈ ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസിൽ ഇതിൽ നമ്മൾ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കാം, ഈ ഒരു ഗ്യാമേറ്റും എവിടെ, ഈ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു ഗ്യാമേറ്റ് അല്ലെ, ഈ എക്സ് എന്ന് പറഞ്ഞ ഗ്യാമേറ്റും ഈ എക്സ് എന്ന് പറഞ്ഞ ഗ്യാമേറ്റും ആണ് ഫ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചൈൽഡ് ഉണ്ടാവും, ഒരു ഫീമെയിൽ ചൈൽഡ് ഉണ്ടാവും. ഈ വൈയും ഈ എക്സും ആണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് മെയിൽ ചൈൽഡ് ഉണ്ടാവും. അപ്പോൾ 50% there is a 50% chance for getting male and female offsprings. ക്ലിയർ ആണോ? അപ്പൊ XX XY ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ XX ഫീമെയിൽ എന്ന് പറയുന്നത് ഹോമോഗാമറ്റിക്കും XY എന്ന് പറഞ്ഞ മെയില് ഹെട്രോഗാമറ്റിക്കും ആണ് അല്ലെ. അപ്പോൾ മെയിൽ ക്യാൻ പ്രൊഡ്യൂസ് 2 ടൈപ്പ് ഓഫ് ഗാമേറ്റ്സ്, എക്സ് ഗാമേറ്റും അതുപോലെ തന്നെ വൈ ഗാമേറ്റും. മദറിനാണെങ്കിൽ ഓൺലി 1 ടൈപ്പ് ഓഫ് ഗാമറ്റ് എക്സ്. അപ്പൊ അതിൽ നിന്ന് ഫ്യൂഷൻ അനുസരിച്ച് എന്ത് ഫോം ചെയ്യും, ദർ ഇസ് എൻ ഈക്വൽ ചാൻസ് ഫോർ ഗെറ്റിംഗ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസ്. അപ്പൊ ഇത് നമ്മുടെ ഹ്യൂമണിൽ മാത്രമല്ല, നമ്മുടെ ഡ്രോസോഫൈലയിലും കൂട്ട് എന്താണ്, ഈ XX XY മെക്കാനിസം ആണ് എവിടെ കൂടെ നടക്കുന്നത്, നമ്മളുടെ ഡ്രോസോഫൈലയിൽ കൂടെ നടക്കുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ അതിനുള്ള ഒന്നും കൂടി ഒരു വിഷ്വലൈസേഷൻ ആണിത്. എ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓട്ടോസോംസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഓട്ടോസോംസ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഫീമെയിൽ ആണെങ്കിൽ എക്സ് മാത്രമേ വരുള്ളൂ, മെയിൽ ആണെങ്കിൽ എക്സും വൈയും ഫോം ചെയ്യും. അങ്ങനെ എന്താ, ഈക്വൽ ചാൻസ് ആണ് മെയിലായാലും ഫീമെയിൽ പ്രോജക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈക്വൽ ചാൻസ് ആണ്. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ZW മെക്കാനിസം ആണ്. ZW മെക്കാനിസം ഇത് നടക്കുന്നത്, അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഫോർ ദിസ് മെക്കാനിസം ഇസ് ഫൗൾസ്, ചിക്കനൊക്കെ അല്ലെങ്കിൽ ബേർഡുകളൊക്കെ എന്താ ഇതിനെയുള്ള എക്സാമ്പിൾ ആണ്. ഇതിലെങ്ങനെയാണ്, മെയിൽ എന്ന് പറയുന്നത് ഹോമോഗാമറ്റിക് ആണ്, ZZ എന്ന് പറഞ്ഞ മെയിൽ. അപ്പൊ എത്ര ഗാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, എത്ര ടൈപ്പ് ഗാമറ്റ്, ഒരു ടൈപ്പ് ഗാമറ്റ് അല്ലെ, സെഡ് എന്ന് പറഞ്ഞ ഗാമറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫീമെയിൽ ബേർഡ് എങ്ങനെയാണ്, ഹെട്രോഗാമറ്റിക് ആണ്. അപ്പൊ Z എന്ന് പറഞ്ഞ ഒരു ഗാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, W എന്ന് പറഞ്ഞ ഒരു ഗാമറ്റും കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ നോക്ക്, ഇവിടെ ഈ
ഓക്കെ. ഇവിടെ ഈ സെഡ് എന്ന് പറഞ്ഞ ഗ്യാമേറ്റ് ആണ് ഫ്യൂസ് ചെയ്യുന്ന വെക്കുക. ഈ സെഡ് എന്ന് പറഞ്ഞ ഗ്യാമേറ്റ് ഈ ഓ ആയിട്ട് ഫ്യൂസ് ചെയ്യുന്ന വെക്കുക. അപ്പൊ എന്തുണ്ടാവും, ഒരു സെഡും ഒരു ഡബ്ല്യു അല്ലേ, അപ്പൊ എന്തിനും ചാൻസ് ആണ്, ഫീമെയിൽ ബേർഡ് ഉണ്ടാവാനുള്ള ചാൻസ് ആണ്. ഓക്കെ. ഇപ്പൊ ഈ സെഡും ആണെങ്കിൽ അവിടെ എന്തിനും ചാൻസ് ആണ്, അവിടെ എന്തുണ്ടാവുക, ഒരു മെയിൽ ബേർഡ് ആണ് അവിടെ ഉണ്ടാവുക. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ZW, ZZ female, ZW female and ZZ male type of mechanism. Okay. അടുത്ത് എന്ന് പറയുന്നത് സെക്സ് ഡിറ്റർമിനേഷൻ വേറൊരു തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് XO ടൈപ്പ് മെക്കാനിസം ആണ്. നമ്മുടെ ഗ്രാസ് ഹോപ്പറും കോക്രോച്ചും ഒക്കെ അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിൽ മെയിൽ എങ്ങനെയാണ്, ഹെട്രോഗാമറ്റ്. അപ്പൊ അതിൽ ഏതായിരിക്കും, XX ആണോ XO ആണോ വരിക, XO എന്നുള്ളത് അല്ലെ. ഫീമെയിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹോമോഗാമറ്റിക് ആണ്. അപ്പോൾ ഫീമെയിൽ എന്ന് പറയുന്നത് ഏതായിരിക്കും, അതിൽ X എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പാരന്റ് എന്ന് പറയുന്നത് എങ്ങനെ, XX ഫീമെയിൽ ആയിരിക്കും, അതുപോലെ തന്നെ XO ആയിരിക്കും എന്ത്, മെയിൽ എന്ന് പറയുന്നത്. സോ ദീസ് 3 ആർ ദ ടൈപ്സ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ സീൻ ഇൻ ഓർഗാനിസം. ഓക്കെ. ജനറ്റിക്കൽ ബേസിൽ ഈ 3 തരത്തിലുള്ള സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ടാവുക. ഇനി ലോവർ ഓർഗാനിസത്തിന്റെ കേസിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ ഞാൻ പറഞ്ഞു. എൻവയോൺമെന്റൽ കേസിൽ, എൻവയോൺമെന്റലിലോ അതായത് ഇപ്പൊ നമ്മൾ വാട്ടർ ലിവിംഗ് ഓർഗാനിസം ആണെങ്കിൽ, മെറൈൻ കണ്ടീഷനൊക്കെ ആണെങ്കിൽ അവിടുത്തെ ആ ടെമ്പറേച്ചറും ആ ക്ലൈമാറ്റിക് ചേഞ്ചും ഒക്കെ അവരുടെ എന്താവാം, അവരിന്ന് ആ റിലീസ് ചെയ്യുന്ന ഓവമില്ലേ, ആ ഓസ്പെർമും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന പ്രോജനിക്ക് എൻവയോൺമെന്റിന്റെ എന്തുകൊണ്ട് ഇൻഫ്ലുവൻസും കൂടെ ഉണ്ടാവാം, അതിനെ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ ഹിയർ വി ആർ ഡിസ്കസിംഗ് ദ 3 ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. ഏതൊക്കെയായിരുന്നു, XX XYA, ZZ ZW, XX XO ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം. ഓക്കെ. ഹണി ബീയുടെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറൻറ്റ് ഉണ്ട്. ഹണി ബീയുടെ കേസിൽ ഫീമെയിൽ എപ്പോഴും എങ്ങനെയായിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും, ഡിപ്ലോയിഡ്. ഓക്കെ. അപ്പോൾ ഈ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞെങ്കിൽ 2N കണ്ടീഷനാണ് അല്ലെ. മെയിൽ എപ്പോഴും എങ്ങനെയായിരിക്കും, ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞെങ്കിൽ N കണ്ടീഷനാണ്, നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ ഡിപ്ലോയിഡ് ആണല്ലോ. അപ്പൊ ഫീമെയില് എന്ത് ചെയ്യുന്നു, അതിന്റെ ഓവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിയോസിസ് വഴി ഓവ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഹാപ്ലോയിഡ് ഗാമറ്റ്സ് ഫോം ചെയ്യും. അതായത് മിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, റിഡക്ഷൻ ഡിവിഷൻ അല്ലേ. അപ്പോൾ ഫീമെയില് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഓവ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതെന്താണ്, ഹാപ്ലോയിഡ് ആയിട്ട് ഫോം ചെയ്യും അല്ലെ. പക്ഷെ മെയിലിന്റെ കേസിൽ അവിടെ മിയോസിസ് അല്ല നടക്കുന്നത്, അവിടെ എന്താ നടക്കുന്നത്, മൈറ്റോസിസ് ആണ് നടക്കുന്നത്. ലുക്ക് ഹിയർ. ഓക്കെ. ഇവിടെ എന്താ നടന്നത്, മിയോസിസ് ആണ്, ഇവിടെ നടന്നത് മൈറ്റോസിസ് ആണ് അല്ലെ. അങ്ങനെ മൈറ്റോസിസ് നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത്, അത് ഈക്വേഷണൽ ഡിവിഷൻ ആണ്, അതായത് അതേ കോപ്പീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇത് അതിന്റെ കോപ്പീനെ പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ ഹാപ്ലോയിഡ് ഗാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ ഈ ഒരു ഹാപ്ലോയിഡ് ഗാമേറ്റ്സ് ഈ ഫീമെയിൽ പ്രൊഡ്യൂസ് ഈ ഹാപ്ലോയിഡ് ഗാമേറ്റും ഈ ഒരു ഹാപ്ലോയിഡ് ഗാമേറ്റും കൂടി ഫ്യൂസ് ചെയ്തിട്ട്, അതായത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഉണ്ടാവുന്ന പ്രോജനി എന്ന് പറയുന്നതിന്റെ ജനറ്റിക് അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും, 2N ആയിരിക്കും അല്ലെ. അതല്ലെങ്കിൽ ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞത് എന്താണ്, ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് വരും, അവിടെ 32 ആണ് വരിക അല്ലെ. 2N എന്ന് പറഞ്ഞാല് അത് 32 ക്രോമസോംസ് ആണ്. അപ്പൊ അവിടെ 16 ക്രോമസോംസ് അല്ല വരിക, എന്താണ് 32 ക്രോമസോംസ് ആണ് വരിക. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും, ഒരു ഫീമെയിൽ ഹണീബി ആയിരിക്കും, അതൊരു ഫീമെയിൽ ഹണീബി ആയിരിക്കും. ഓക്കെ. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഹാപ്ലോയിഡ്, അതായത് ഫീമെയിൽ നിന്നും മിയോസിസ് വഴി ഉണ്ടായ ഒരു ഹാപ്ലോയിഡ് ഗാമേറ്റ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ നടക്കുന്ന, ആ ഫെർട്ടിലൈസേഷൻ ഇല്ല എന്നുള്ളതിന് പറഞ്ഞ ടേമാണ് എന്ത്, പാർത്തിനോജെനിസിസ് എന്ന് പറയുന്നത്. അതായത് അവിടെ എന്ത് നടക്കുന്നില്ല, ഫെർട്ടിലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നില്ല. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത ഒരു ഓർഗാനിസമാണ് ഫോം ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കും, ഹാപ്ലോയിഡ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ 16 ക്രോമസോം അല്ലെങ്കിൽ 16 ക്രോമസോം ആയിട്ടുള്ള ഒരു വർക്കർ മെയിൽ ബി ആയിരിക്കും. Okay, so this is the haplodiploid sex determination system in honeybee. So in honeybee, female having 32 number of chromosomes, that means they are in diploid condition, and male in haploid condition having 16 chromosomes. So female through the meiosis they produce 2 haploid gametes. Okay, then the male produce haploid gametes by the process of mitosis. Okay, so this haploid gamete produced by the female fuse with the haploid gamete produced by the male and the join to form a 2-1 condition, that means 32 chromosome. Then the organism is എന്തായിരിക്കും, ആ ഓർഗാനിസം എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് എന്തായാലും ഒരു ഫീമെയിൽ ഓർഗാനിസം ആയിരിക്കും. ഓക്കെ. മെയിലിന്റെ കേസിൽ എന്ത് നടക്കുന്നില്ല, അവിടെ പാർത്തനോജെനിസിസ് നടക്കുന്നത്, there is no fertilization takes place, so that organism will convert into a worker bee, that is a male bee. Clear?
ഹലോ എവരി വൺ. അപ്പോൾ നമ്മുടെ ഒരു സെക്ഷൻ കഴിഞ്ഞു. സെക്സ് ഡിറ്റർമിനേഷനോട് കൂടി നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഒരു ചെറിയ സെക്ഷൻ കഴിഞ്ഞു. അടുത്തത് പറയുന്നത് പ്ലിയോട്രോപ്പിയാണ്. നോർമലി വൺ ജീൻ മേ കൺട്രോൾ വൺ ഫിനോടൈപ്പ്. ഓക്കെ, സോ സം കേസസ് വൺ ജീൻ മേ കൺട്രോൾ സെവറൽ phenotypes and that is known as pleiotropic genes. That type of gene is known as pleiotropic genes and that type of inheritance is known as pleiotropy. One gene may control several phenotypes. അതായത് ഒരു ജീൻ എന്ത് ചെയ്യുക, ഒന്നിലധികം ഫിനോടൈപ്സിനെ കൺട്രോൾ ചെയ്യുക. അത് മെയിൻലി നടക്കുന്നത് എങ്ങനെയായിരിക്കും, ആ ജീനെ മെയിനായിട്ട് ബാധിക്കുന്നത് അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും, മെറ്റാബോളിക് പാത്വേയിലായിരിക്കും. What is metabolism? The total chemical reactions takes place in our body. That means both catabolism and anabolism. These together known as metabolism. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻസിനെ, അതായത് നമ്മുടെ ബോഡിയിലെ മെറ്റാബോളിക് പാത്വേനെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫിനോടൈപ്പിനെ അത് എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. ദാറ്റ് കണ്ടീഷൻ ഈസ് പ്ലിയോട്രോപ്പി. വൺ ജീൻ മേ കൺട്രോൾ സെവറൽ ഫിനോടൈപ്സ്. ഓക്കെ, അതിനുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് PKU, ഫിനൈൽ കീറ്റോന്യൂറിയ എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത സ്ലൈഡുകൾ പറയും എന്താണ് ഫിനൈൽ കീറ്റോന്യൂറിയം, അതുപോലെ തന്നെ എന്താണ് മ്യൂട്ടേഷൻ എന്നുള്ളത്. ഫിനൈൽ കീറ്റോന്യൂറിയ ഈസ് ആൻ ഇൻബോൺ എറർ ഓഫ് മെറ്റാബോളിസം. ഇൻബോൺ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന അസുഖമാണ് എന്ത്, ഇൻബോൺ എറർ ഓഫ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. മെറ്റാബോളിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വിൽ എഫക്ട് ദ മെറ്റാബോളിസം. ഓക്കെ, ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ദ എൻസൈം ഫിനൈൽ അലനൈൻ ഹൈഡ്രോക്സിലേസ്. ഓക്കെ, അവിടെ ഫിനൈൽ അലനൈൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറഞ്ഞ എൻസൈം എന്തുണ്ടാവില്ല, അവിടെ ഉണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും, അവിടെ ഫിനൈൽ അലനൈനെ എന്താക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, ടൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ഫിനൈൽ അലനൈൻ എന്ന് പറയുന്നത് അമിനോ ആസിഡ് ആണ്, ടൈറോസിൻ എന്ന് പറയുന്നത് എന്താണ്, അമിനോ ആസിഡ് ആണ്. ഓക്കെ, ഇപ്പൊ ഫിനൈൽ അലനൈന്റെ പാത്വേയിൽ അത് എന്തായി മാറണം, ടൈറോസിനായിട്ട് മാറണം. അങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു എൻസൈമാണ് ആര്, ഫിനൈൽ അലനൈൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺവേർട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ആ കൺവേർട്ട് ചെയ്യാൻ കഴിയാതെ ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഫിനൈൽ അലനൈൻ ഗെറ്റ് അക്യൂമുലേറ്റഡ് ഇൻ അവർ ബോഡി. കാരണം എന്താ, നമ്മുടെ കിഡ്നിക്കും പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽട്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയില്ല. അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്തു, അക്യുമുലേറ്റ് ചെയ്യും. മെയിനായിട്ട് ബ്രെയിനിലാണ് അത് അക്യുമുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ലെഡ് ടു ദ മെന്റൽ റിട്ടാർഡേഷൻ. ഓക്കെ, അപ്പൊ ഒരു ജീനായിരുന്നു, പക്ഷെ ആ ഒരു ജീൻ ഡിഫക്റ്റ് കൊണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിനോടൈപ്സ്. അപ്പൊ നമ്മുടെ ബ്രെയിനിൽ ഇത് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെന്റൽ റിട്ടാർഡേഷൻ വരും. അതിനോടനുബന്ധിച്ച് നമുക്ക് എന്തൊക്കെ ഫിനോടൈപ്പിക്കൽ ചേഞ്ച് ആണോ വരുന്നത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, വന്നിരിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് പ്ലിയോട്രോപ്പി? വൺ ജീൻ മേ കൺട്രോൾ സെവറൽ ഫിനോടൈപ്സ്. The type of gene is known as pleiotropic genes and the pattern or inheritance is known as pleiotropy. Clear it is? ഓക്കെ, സോ നെക്സ്റ്റ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. പോളി എന്ന് പറഞ്ഞാൽ എന്താ, കുറെ എണ്ണം അല്ലെ, ജീൻ എന്ന് പറഞ്ഞെങ്കിൽ ജീൻസ് തന്നെ. അപ്പോൾ പോളിജെനിക് ഇൻഹെറിറ്റൻസ് ഈസ് അതർവൈസ് നോൺ ആസ് മൾട്ടിപ്പിൾ ജീൻ ഇൻഹെറിറ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് എൻ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താ, ഒരുപാടുണ്ട്, നമ്മൾ ഒരുപാട് കാര്യം പറയണം, അത് നമ്മൾ പറയാം എന്താ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് എന്തും കൂടിയാണ്, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസും കൂടിയാണ് എന്ത്, നമ്മളുടെ പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പോളിജെനിക് ഇൻഹെറിറ്റൻസ് ഓക്കെ, അതായത് ഒരുപാട് ഫീനോടൈപ്സിനെ ബാധിക്കുക. ഓരോ അലിലിക് ട്രേറ്റും അതായത് അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫീനോടൈപ്സിനെ ബാധിക്കുക. അതുകൊണ്ടാണ് ഇത് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. സോ പോളിജെനിക് ഇൻഹെറിറ്റൻസ് ഈസ് എൻ മൾട്ടിപ്പിൾ ജീൻ ഇൻഹെറിറ്റൻസ് ഓർ അതർവൈസ് ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ നമ്മുടെ എൻവയോൺമെന്റ് ഓൾസോ ഹാവിംഗ് എ ഗ്രേറ്റ് റോൾ ഇൻ ഇൻഫ്ലുവൻസിങ് ദിസ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഹ്യൂമൻ സ്കിൻ കളർ ആൻഡ് ഹൈറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഹ്യൂമനിന്റെ സ്കിൻ കളർ ഡിനോട്ട് ചെയ്യണത് നമ്മൾ ഒറ്റ ജീൻ വെച്ചിട്ടല്ല ഇന്ന് ഹ്യൂമന്റെ സ്കിൻ കളർ ഡിനോട്ട് ചെയ്യുന്നത്. അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡോമിനന്റ് ആയിട്ടുള്ള ജീൻസ് നോക്കി, അവിടെ ഞാൻ ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C എന്ന് കൊടുത്തിട്ടുണ്ട് ഇല്ലേ. അപ്പൊ ഇവിടെ എന്താ, ഈ 3 ജീൻസും ഹ്യൂമനിന്റെ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്, സ്കിൻ കളറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് അല്ലെ. അതിന്റെ റിസസീവ് ജീൻസ് ആണ് ഏതൊക്കെ, സ്മോൾ a, സ്മോൾ b, സ്മോൾ c എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡോമിനന്റ് ജീൻസ് എല്ലാതും അതിന്റെ ആ ഡോമിനൻസിയിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ കളർ എന്ന് പറയുന്നത്, ഡാർക്ക് അതല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആയിരിക്കും. ഓക്കെ, ഇനി അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് കേസാണ് ഫോം ചെയ്യണമെന്ന് വെക്കുക. ഇന്റർമീഡിയറ്റ് കേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ, അതായത് ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് അത് ഫോം ചെയ്യണമെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും, മുളാറ്റോ, അതായത് നമ്മളുടെ ഇപ്പോഴുള്ള അവസ്ഥ അല്ലെ, ഇന്ത്യൻസ് ഒക്കെ ഇതൊക്കെയാണ് മുളാറ്റോ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പെടുന്ന ആളുകളാണ്. ഇനി ഇതെല്ലാം റിസസീവ് കണ്ടീഷനിലാവുകയാണെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യും, വൈറ്റ് അതല്ലെങ്കിൽ ആൽബിനോ, അതായത് അത്രയും വെളുത്തിരിക്കുന്ന ഒരു അവസ്ഥ പറയില്ലേ, അതാണ് എന്ത്, ആൽബിനോ അതല്ലെങ്കിൽ വൈറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. അപ്പോൾ ഇതൊക്കെ ഡോമിനന്റ് ജീൻ എന്ന് പറയുന്നത് 3 ജീനാണ്, A, B, C എന്ന് പറഞ്ഞു. അതിന്റെ റിസസീവ് ജീൻസ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ക്യാരക്ടർ എടുത്തു.
ഓക്കെ, ഇനി എന്ത് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് എന്താണ്? ഡാർക്ക് ഡിനോട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇന്റർമീഡിയറ്റ്, അത് ഹെറ്ററോസൈഗസ് വരുമ്പോൾ അത് എന്താണ്? ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞു. പിന്നെ മാത്രമല്ല ഇനി എന്താ പറയുക, നമ്മൾ അതിൻ്റെ റിസസീവ് കണ്ടീഷൻ ആണെങ്കിൽ അവിടെ എന്താണ് ഫോം ചെയ്യുക? വൈറ്റ് കളറാണ് അവിടെ ഫോം ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനിവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു റിസസീവ് ആയിട്ടുള്ള ഒരു പാരൻറ്റും പിന്നെ നമ്മുടെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പാരൻറ്റും, ഓക്കെ, ഇവർ തമ്മിലാണ് ഒരു മീറ്റിംഗ് ആണെങ്കിൽ അവിടെ F1 ജനറേഷനിൽ എന്ത് ഫോം ചെയ്യും? F1 ജനറേഷൻ ഉണ്ടായതുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കി, ഇന്റർമീഡിയറ്റ് ആണ് ഫോം ചെയ്തത് അല്ലേ? അതായത് മുളാറ്റോ ഗ്രൂപ്പാണ് ഫോം ചെയ്തത്. അവർ തമ്മിൽ വീണ്ടും ഒരു എന്താ പറയുക മേറ്റിംഗ് ആണ് സംഭവിക്കുന്നതെങ്കിൽ അതിൽ നിന്നും എത്ര ചാൻസ് ഉണ്ട്? 7 ചാൻസസ് ആണ് ഉള്ളത്. 7 ചാൻസസിൽ എന്ത് ഫോം ചെയ്യാം? കളേഴ്സ് ഫോം ചെയ്യാം. അതായത് എങ്ങനെ പാരന്റ് ആയിരുന്നു? റിസസീവ് ആയിട്ടുള്ള ഒരു പാരന്റും, റിസസീവ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ ആൽബിനോ ടൈപ്പ്, ഇനി ഡോമിനന്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഡാർക്ക് ടൈപ്പ്, അങ്ങനെ 2 പാരന്റ് നമ്മൾ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് സംഭവിക്കാം? മുളാറ്റോ ഗ്രൂപ്പ് ഫോം ചെയ്യും. അതായത് നമ്മുടെ F1 ജനറേഷനിൽ മുളാറ്റോ ഫോം ചെയ്തു. അതിൽ നിന്ന് വീണ്ടും ഒരു ക്രോസ് നടത്തുകയാണെങ്കിൽ നമുക്ക് എത്ര ടൈപ്സിലുള്ള മെറ്റീരിയൽ കിട്ടും എന്ന് പറയുന്നത്? അതായത് 7 ടൈപ്സ് നമുക്ക് കിട്ടും. ആ 7 ടൈപ്സ് ഇതാ കൊടുത്തിരിക്കണം. ഞാൻ നോക്കൂ, ഫീനോ ടൈപ്സ് 7, ജീനോ ടൈപ്സും 7. അതായത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. അതാണ് എക്സ്ട്രീംലി ഡാർക്ക് എന്ന് പറയുന്നത്. ഇനി ഇതാ ക്യാപിറ്റൽ എ, സ്മോൾ ലെറ്റർ എ, പിന്നെ എങ്ങനെയൊക്കെയാണ് ഇത് 3 എന്ന ഡോമിനന്റ് കണ്ടീഷനിൽ അങ്ങനെ വെരി ഡാർക്ക് ഫോം ചെയ്യാം. ഇനി അതിൽ നോക്കൂ, കളറിൽ തന്നെ ഡിഫറൻസ് ഉണ്ടല്ലേ? ഇവിടെ നോക്കി ഇവിടെ ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി, ക്യാപിറ്റൽ സി അതെന്താണ്? ഡാർക്ക്, അത് വേറൊരു ടൈപ്പ് ഫോം ചെയ്തു. ഇനി ഇന്റർമീഡിയറ്റ് എന്നുണ്ടെങ്കിൽ എല്ലാതും ഹെറ്ററോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ അത് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തു. ഇനി ലൈറ്റിലാവുമ്പോൾ എങ്ങനെയാന്ന് നോക്കി നോക്കൂ, ഈ എ എന്ന് പറഞ്ഞ ജീൻ എങ്ങനെയാണ്? റിസസീവിലാണ് അല്ലെ? ബി എന്നും സി എന്ന് പറഞ്ഞ ജീൻ എങ്ങനെയാണ്? ഹെറ്ററോസൈഗസ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇനി വെരി ലൈറ്റ് ആകുമ്പോൾ എങ്ങനെയാണ്? ഇത് എയും ബിയും റിസസീവും, സി മാത്രം എങ്ങനെയാണ്? ഹെറ്ററോസൈഗസ് കണ്ടീഷനിലുമാണ്. എക്സ്ട്രീംലി ലൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ 3 എണ്ണം എങ്ങനെ വരണം? 3 എണ്ണം എങ്ങനെയാ? ഏത് കണ്ടീഷനിലാണ് വന്നിരിക്കുന്നത്? 3 റിസസീവ് കണ്ടീഷനിലാണെങ്കിൽ അത് എങ്ങനെയായി? ഇപ്പോൾ അത് ആൽബിനോ ടൈപ്പ്, അതായത് നമ്മുടെ റിസസീവ് കണ്ടീഷനിൽ അതായത് ലൈറ്റ് കളറായി മാറി. സോ ഈ 3 ജീൻ എ, ബി, സി എന്ന് പറയുന്ന 3 ജീൻസ് ആണ് ഹ്യൂമണിന്റെ സ്കിൻ കളർ ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെ അതിൽ നിന്നും എത്ര ടൈപ്സ്? 7 ടൈപ്സ് അല്ലെങ്കിൽ 7 ഫീനോ ടൈപ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ജീനിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക? ഒരുപാട് ഫീനോ ടൈപ്സ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എന്താ നമ്മൾ പറഞ്ഞ പോളിജെനിക് ഇൻഹെറിറ്റൻസ്, അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസസ്. ഇപ്പോൾ ഹ്യൂമൻ സ്കിൻ കളർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഓക്കെ, നമ്മൾ പ്ലിയോട്രോപ്പി പറഞ്ഞപ്പോൾ നമ്മൾ എന്തൊരു മ്യൂട്ടേഷനോ കാര്യം പറഞ്ഞു. ഒരു മ്യൂട്ടേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ ഇവിടെയാണ് പറയുന്നത്. മ്യൂട്ടേഷൻ, വാട്ട് ഇസ് മ്യൂട്ടേഷൻ? മ്യൂട്ടേഷൻ ഈസ് ദ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്. അണ്ടർലൈൻ ദ ടേം ഹെറിറ്റബിൾ. ഹെറിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ജനറേഷൻ. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ഒരു ജനറേഷനിൽ നിന്നും വേറൊരു ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്തോ അതെല്ലാം എന്താണ്? ഹെറിഡിറ്ററി അല്ലേ? അതാണ് എന്ത് പറയുന്നത്? മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മ്യൂട്ടേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തിന് കാരണമാകും? വേരിയേഷന് കാരണമാകും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ജനറേഷൻ, എൻ്റെ ജനറേഷൻ ഉണ്ടായെന്ന് നോക്കിയാൽ എൻ്റെ ജനറേഷനിൽ നിന്ന് അത് എൻ്റെ ഓഫ്സ്പ്രിങ്സിലേക്ക് പോയി നോക്കിയാൽ അപ്പോൾ എൻ്റെ അതേ ഫീച്ചറാണോ പോകുന്നത്? അല്ല, കുറച്ച് ഡീവിയേഷൻ ഉണ്ട്. അപ്പോൾ അത് എന്തിന് കാരണമാകാം? വേരിയേഷന് കാരണമാകാം. അപ്പോൾ ഇതെല്ലാം കണ്ടെത്തിയത് 1901 ഹ്യൂഗോ ഡീവ്രീസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഹ്യൂഗോ ഡീവ്രീസ് പ്രപ്പോസ്ഡ് മ്യൂട്ടേഷൻ theory. So who proposed mutation theory? ഹ്യൂഗോ ഡീവ്രീസ് പ്രപ്പോസ്ഡ് മ്യൂട്ടേഷൻ തിയറി. അങ്ങനെ നമ്മുടെ ക്രോമോസോമിൽ മ്യൂട്ടേഷൻ ഉണ്ടാകുന്ന ആ പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ സെഗ്മെന്റ് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് മ്യൂട്ടൻ. The chromosomal segment which undergoes mutation, that is known as mutant. Clear it is. So what is mutation? Sudden heritable change in an organism, that is known as mutation. Mutation led to variation. Hugo de Vries in 1901 proposed mutation theory. What is mutant? The chromosomal segment that undergoes mutation, that is known as mutant. Okay, so what is mutagens? The mutation കാരണമാകുന്ന agents. The agents which causes mutation are known as mutagens. So these mutagens are 2 types, physical agents and chemical agents. Physical agents ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ടുണ്ട്? കെമിക്കൽ agents ഉണ്ട്. നമ്മുടെ ആൽഫ റേസ്, ഗാമ റേസ്, ബീറ്റ റേസ്, എക്സ് റേസ്, അതൊക്കെ എന്താണ്? ഫിസിക്കൽ ആയിട്ടുള്ള ഏജൻസ് ആണ്. ഏതൊക്കെ? എക്സ്റേ, ബീറ്റ റേ, ഗാമ റേ, അതൊക്കെ എന്താണ്? ഫിസിക്കൽ ആയിട്ടുള്ള ഏജൻസ് ആണ്. ഇനി കെമിക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ മീഥെയിൻ സൾഫോണേറ്റ്, നൈട്രസ് ആസിഡ്, പിന്നെ ഈഥയിൽ മീഥൈൽ സൾഫോണേറ്റ്. ഏതൊക്കെയായിരുന്നു? നൈട്രസ് ആസിഡ്, മീഥെയിൻ സൾഫോണേറ്റ്, മീഥെയിൻ സൾഫോണേറ്റ്, അതുപോലെ തന്നെ ഈഥയിൽ മീഥൈൽ സൾഫോണേറ്റ്.
അതൊക്കെ എന്താണ് കെമിക്കൽ റേഡിയേഷൻസിനുള്ള എക്സാമ്പിളുകളാണ്. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? മ്യൂട്ടേഷൻ പറഞ്ഞു. അതിൽ മ്യൂട്ടേജൻസ് ആണെങ്കിൽ മ്യൂട്ടേഷന് കാരണമാകുന്ന ഏജൻസ് ആണ് എന്ത് പറയുന്നത്? മ്യൂട്ടേജൻസ് 2 തരത്തിലുണ്ട്. ഫിസിക്കൽ ഏജൻസും ഉണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ഏജൻസ് ഉണ്ട്. ഫിസിക്കൽ ഏജൻസ് ആണെങ്കിൽ ആൽഫ ബീറ്റ ഗാമ റേസ് ഒക്കെ ഫിസിക്കൽ ഏജൻസ് ആണ് അല്ലെ. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ ഈ എക്സ്റേസിനൊക്കെ എക്സ്പോസ്ഡ് ആവുന്ന ആളുകൾക്കൊക്കെ എന്തിനുള്ള ചാൻസ് ഉണ്ട്? മ്യൂട്ടേഷനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് മെഷീന്റെ ലൈറ്റ് പാസ് ചെയ്യില്ല, അത് തന്നെ നമ്മൾ ഒരുപാട് നമ്മൾ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ മ്യൂട്ടേഷനുള്ള റേറ്റ് കൂടുതലാണെന്നാണ് സയന്റിഫിക് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. കെമിക്കൽ ഏജൻസ് ആണെങ്കിൽ നമ്മുടെ മസ്റ്റാർഡ് ഗ്യാസ്, നൈട്രസ് ഓക്സൈഡ്, മീഥൈൻ സൾഫോണേറ്റ്, അതുപോലെ തന്നെ ഈഥൈൽ സൾഫോണേറ്റ്, EMS എന്ന് പറയാം, അതല്ലെങ്കിൽ MMS എന്നും കൂടെ പറയാം അതിനെ. ഓക്കെ, ഇതെല്ലാം ഇതിന്റെ എക്സാമ്പിൾ ആണ്, കെമിക്കൽ ഏജൻസിനുള്ള എക്സാമ്പിളുകളാണ്. ഇനി ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ ഞാൻ പറഞ്ഞു എന്താ കെമിക്കൽ, അതായത് സഡൻ ഹെറിറ്റബിൾ ചേഞ്ചിനെ പറഞ്ഞ പേരാണ് എന്ത് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ മ്യൂട്ടേഷൻ 2 തരത്തിലുണ്ട്. ഓക്കെ, ഒന്ന് എങ്ങനെയാണ്? പോയിന്റ് മ്യൂട്ടേഷനും അടുത്തത് എങ്ങനെയാണ്? ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനും. പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ പർട്ടിക്കുലർ പോയിന്റിൽ വരുന്ന മ്യൂട്ടേഷനാണ് പോയിന്റഡ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഹാസ് എന്ന് എഴുതി വെക്കുക, ഹാസ്. അപ്പൊ അവിടെ എയിലാണ് മ്യൂട്ടേഷൻ വന്നിട്ട് അവിടെ ഒരു ഇ ആണെന്ന് വെക്കുക. അപ്പൊ എന്താ? HES അല്ലേ? അപ്പൊ അതൊരു മീനിങ് ആയോ? ഇല്ല. അപ്പൊ എന്താണ്? അപ്പൊ അവിടെ നമുക്ക് അതിനുള്ള റിസൾട്ട് നമുക്ക് അതിന് കിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിനെ എഫക്ട് ചെയ്യുന്ന മ്യൂട്ടേഷൻ ആണ് എന്ന് പറയുന്നത് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെയാണ്, അതിന് 2ആക്കി ഡിവൈഡ് ചെയ്യാം, ട്രാൻസിഷൻ എന്നും അതുപോലെ തന്നെ ട്രാൻസ്വേഷൻ എന്നും. അതുപോലെ തന്നെ ട്രാൻസ്വേഷൻ എന്നും 2ആക്കി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഡിവൈഡ് ചെയ്യാം. നമുക്കറിയാം DNA മേഡപ്പ് ഓഫ് എന്താണ്? ന്യൂക്ലിക്. DNA എന്തുണ്ട്? നൈട്രജൻ ബേസസുകളുണ്ട്. അങ്ങനെ DNA കാണാൻ നൈട്രജൻ ബേസ് ഏതൊക്കെ? അഡിനിൻ, തൈമിൻ, ഗ്വാനൈൻ, സൈറ്റോസിൻ. നമ്മൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചാണ് എന്ത്? 4 തരത്തിലുള്ള നൈട്രജൻ ബേസസുകളാണ് എവിടെ കാണാം? DNA കാണാം. അഡിനിനും തൈമിനും അതുപോലെ തന്നെ സൈറ്റോസിനും ഗ്വാനൈനും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലെ പ്യൂറൈൻസും ഉണ്ട്, അതുപോലെ തന്നെ എന്തും കൂടെ ഉണ്ട്? പിരിമിഡിൻസും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ അഡിനിന് പകരം അഡിനിൻ എന്ന് പറഞ്ഞ ഒരു നൈട്രജൻ ബേസിന് പകരം വേറൊരു നൈട്രജൻ ബേസ് വരിക. അപ്പൊ അതായത് പ്യൂറൈനിന് പകരം ഒരു പ്യൂറൈൻ വരിക, അതല്ലെങ്കിൽ പിരമിഡിന് പകരം എന്ത് വരിക? ഒരു പിരമിഡിൻ വരിക. ക്ലിയർ ആണോ? ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ A വരേണ്ട പകരം അവിടെ ആര് വരാം? C വരാം. ഓക്കെ, അതിൽ T വരേണ്ട പകരം ആര് വരാം? G വരാം. അങ്ങനെ പ്യൂറൈനിന് പകരം പ്യൂറൈൻസ് വരിക, പിരമിഡൈൻസ് പകരം ആര് വരിക? പിരമിഡൈൻസ് വരിക. അതാണ് എന്ത് പറയുന്നത്? ട്രാൻസിഷൻ എന്ന് പറയുന്നത്. പക്ഷെ ട്രാൻസ്വേർഷൻ എന്ന് പറഞ്ഞെങ്കിൽ പ്യൂറൈനിന് പകരം പിരമിഡൈൻസ് വരിക, അതല്ലെങ്കിൽ പിരമിഡിന് പകരം എന്ത് വരിക? പ്യൂറൈൻസ് വരിക. നമ്മൾ നേരത്തെ എക്ക് പകരം സി വരിക എന്നല്ല പറഞ്ഞത്. ഇവിടെ എക്ക് പകരം ആര് വരിക? ടിയോ അല്ലെങ്കിൽ ജിയോ വരിക. അതാണ് എന്ത് പറയുന്നത്? ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത്. അതായത് ട്രാൻസിഷൻ ഉണ്ടെങ്കിൽ ആ പ്യൂറൈൻ അതിൽ വരുന്ന ചേഞ്ച് ആണ്. ട്രാൻസ്വേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പിരമിഡിന് പകരം പ്യൂറൈൻസ് വരിക, അതല്ലെങ്കിൽ പ്യൂറൈൻസിന് പകരം ആര് വരിക? പിരമിഡൻസ് വരിക. അടുത്ത എന്താ? ഇൻസേഷൻ ആണ്. ഫ്രെയിം ഷിഫ്റ്റിലുള്ള 2 ഒന്ന് ഇൻസേഷനും അടുത്താണ് എന്താണ്? ഡെലീഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാണ്. നമ്മൾ ഉദാഹരണം പറയാം, ഏതെങ്കിലും പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാം ഹാസ് എ റെഡ് ക്യാപ്പ് പറയാം. രാമന് ഒരു റെഡ് ക്യാപ്പ് ഉണ്ടെന്ന് പറയാം. രാം ഹാസ് എ റെഡ് ക്യാപ്പ്. അവിടെ ഇൻസേഷൻ വന്നിട്ട് ആ റെഡ് ഹാസും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വിചാരിക്കാം. അപ്പൊ രാം റെഡ് ഹാസ് ക്യാപ്പ് നോക്കും അല്ലെ. അപ്പൊ നമുക്കത് മീനിങ് ഫുൾ ആയിട്ട് കിട്ടിയോ? ഇല്ല. അവിടെ എന്ത് ചെയ്ത്? ആ ഹാസും റെഡും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയ? മീനിങ് ഫുൾ ആയിട്ട് കിട്ടിയോ? ഇല്ല. അപ്പൊ അതെന്താണ്? അതാണ് ഇൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡെലീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെലീഷൻ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു പോർഷൻ കട്ട് ചെയ്ത് പോവുക. ഇപ്പൊ അവിടെ ഹാസോ റെഡോ അങ്ങനെ എന്തെങ്കിലും ഒരു പോർഷൻ കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്കവിടെ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുമോ? ഇല്ല. അതാണ് എന്താ പറയുന്നത്? ഡെലീഷൻ എന്ന് പറയുന്നത്. സോ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞെങ്കിൽ mutation, 2 type: point mutation and frame shift mutation. Transition and transverse are the 2 type of point mutation, and frame shift mutation means insertion and deletion. പോയിന്റ് മ്യൂട്ടേഷനിലെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്യൂറൈനിന് പകരം വേറൊരു പ്യൂറൈൻ വരിക, അതല്ലെങ്കിൽ ഒരു പിരമിഡിന് പകരം വേറൊരു പിരമിഡിൻ വരിക. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്യൂറൈനിന് പകരം പിരമിഡിൻ വരിക. ഓക്കെ, അല്ലെങ്കിൽ പിരമിഡിന് പകരം ആര് വരിക? പ്യൂറൈൻ വരിക.
ഇൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു റീഡബിൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു വാക്ക് ആ വേർഡ് എന്ത് ചെയ്യുക, അവിടെ മിസ്സാവുക, അത് തലതിരിഞ്ഞു വരിക. അപ്പോൾ എന്ത് സംഭവിക്കുക, അപ്പോൾ റാം ഹാസ് എ റെഡ് ക്യാപ്പ് എന്ന് പറഞ്ഞു ഇല്ലേ, അപ്പോൾ അവിടെ റാം, അപ്പോൾ ആ വാക്കുകളിൽ എന്തെങ്കിലും ഒരു പോർഷൻ തലതിരിഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് ഇത് കിട്ടില്ല, ആ പ്രൊനൗൺസ് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തില്ല, ആ മീനിങ് ഫുള്ള് കിട്ടില്ല. അപ്പോൾ അതെന്താണ്, അതാണ് ഇൻസേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഹാസിന് പകരം ഇപ്പോൾ HAS അല്ലെ ഹാസ് ചെയ്ത് അതിന് പകരം SAH വന്നു വെക്കുക അല്ലേ. അപ്പോൾ രാം പിന്നെ ഒരു ഹാസിന് പകരം വരുള്ള ഈ SAH വന്നു. അപ്പോൾ നമുക്ക് റീഡബിൾ ആണോ? അല്ല. അതാണ് എന്ത് ഇൻസേഷൻ എന്ന് പറയുന്നത്. ഡെലീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പർട്ടിക്കുലർ ആയിട്ടുള്ള പോർഷൻ അവിടെ നിന്ന് മിസ്സാവുക. അങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഡാറ്റാനെ വർക്ക് അല്ലെങ്കിൽ അത് റീഡ് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, സോ ദീസ് ആർ ദ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ. So here I am winding my topic. So I think you all understand these points. Okay, thank you.